ഈ നിവർത്തി പിടിച്ചിരിക്കുന്നത് എന്താന്ന് പറയാൻ പറ്റുമോ? ഇത് എവിടെയാ കാണുന്നതെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഇതാണ് ഒമൻറ്റം. ഇത് കാണുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലാണ്. ഇത് നമ്മുടെ ആമാശയത്തിൻ്റെ അടിഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ കുടലിൻ്റെ മുകളിലൂടെ ഒരു ഏപ്രൺ പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ വളരെ ക്ലിയർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട്, അതായത് അപ്പുറത്തെ ഭാഗം ഏകദേശം കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും തിന്നായിട്ട് ഉള്ള ഒരു മെംബ്രെയിൻ പോലെ തോന്നുന്നില്ലേ? ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒറിജിനൽ ഘടന. നമ്മൾ ജനിക്കുന്ന കുട്ടിക്കൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൽ ഇങ്ങനെ നമ്മുടെ കൊഴുപ്പ് വന്ന് അടിയും. അപ്പോൾ ഫൈനലി ഒരു മെച്യൂർ ഫോം ആകുമ്പോൾ അതിൻ്റെ അകത്ത് കൊഴുപ്പ് അടിയും. അടിഞ്ഞിട്ട് ഒരു രണ്ടും കൂടെ മിക്സ് ആയ ഒരു രീതിയിലാണ് കാണുക. സാധാരണ കുട്ടികളിൽ പതുക്കെ ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞടിഞ്ഞ് തുടങ്ങുകയേ ഉള്ളൂ. ഒരു ഏകദേശം 11-12 വയസ്സ് അപ്പോഴത്തേക്ക് ആകുമ്പോഴാണ് ഏകദേശം ഒന്ന് മെച്യൂറായി വരിക. ആ പറഞ്ഞതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അത് ഓർത്ത് വെച്ചോളാം. ഇതിന് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇത് നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് ആഘാതങ്ങളിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം നൽകും, ഒരു പ്രൊട്ടക്ഷൻ നൽകും. പിന്നെ ഇത് ഈ അവയവങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇവ സഹായിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇതിലൊരുപാട് രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ ഇത് ബ്ലഡ് സപ്ലൈ, നമ്മുടെ വയറിലുള്ള ഓർഗൻസിന് ബ്ലഡ് സപ്ലൈ നൽകുന്നൊരു ഫംഗ്ഷൻ ഇതിനുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ, ആകെപ്പാടെ ഒരു ഇല നോക്കുന്നവരുണ്ടല്ലേ. ഇതിപ്പോൾ പച്ച കളറായിരുന്നെങ്കിൽ ഒരു ഇല പോലെ ഇരിക്കും. അത് പറഞ്ഞു വരുമ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം പറയാം. നമുക്ക് നേച്ചറിൽ നോക്കുമ്പോൾ, എനിക്കറിയില്ല, എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല, ഒരുപാട് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് തോന്നും. ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ ഇതേപോലെ നമ്മൾ നേച്ചറിൽ കാണുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടാവും ഷേപ്സിലൊക്കെ. മേ ബി ഫങ്ഷനിങ്ങിന് ഐഡിയൽ ആയിട്ടുള്ള ഷേപ്സ് ആയിരിക്കാം അത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത് ഒരു ആഘാതങ്ങളിൽ നിന്നൊരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനുണ്ട്. പിന്നെ ഈ അവയവങ്ങളെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. പിന്നെ ബ്ലഡ് സപ്ലൈ കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫംഗ്ഷനും ഇതിന് അറിയപ്പെടുന്നത് തന്നെ, ഇത് പോലീസ്മാൻ ഓഫ് ദി അബ്ഡമൻ എന്നാണ്. അതായത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതവിടെ പോയിട്ട് ആ പ്രശ്നത്തെ ഒന്ന് ഒതുക്കും, ഒന്ന് വാൾ ഓഫ് ചെയ്യും, ഒരു മതിൽ കെട്ടി വെക്കുന്ന പോലെ വെക്കും. എക്സാമ്പിൾ, നമുക്കൊരു അപ്പൻഡിസൈറ്റിസ് ഉണ്ടായെന്ന് വിചാരിച്ചോ. അതായത് ഒരു ഇൻഫെക്ഷൻ, എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ അവിടെ ഇത് പോയിട്ട് ആ ഇൻഫെക്ഷനെ ബ്ലോക്ക് ചെയ്തിട്ട് അത് വേറെ അങ്ങോട്ട് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അപ്പൻഡിസൈറ്റിസ് വന്നു എന്ന് വിചാരിച്ചോ, അപ്പോൾ അവിടെ പോയിട്ട് ഈ ഫാറ്റ് എല്ലാം കൂടെ അവിടെ പോയിട്ട് ഇങ്ങനെ അതിനെ ചുറ്റും നിന്നിട്ട് ഈ അവിടുത്തെ ഇൻഫെക്ഷൻ പുറത്ത് ബാക്കിയുള്ള അവയവങ്ങളിലേക്ക്, വയറിനുള്ളിലുള്ള ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ സഹായിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ചെറിയ കുട്ടികളിൽ ഇത് മെച്യൂർ ആയിട്ടുണ്ടാവില്ല, അവർക്ക് ഫാറ്റ് അധികം ഇതിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ? അതിൻ്റെ അർത്ഥം ഇവർക്ക് ഈ വാളിങ് ഓഫ്, അല്ലെങ്കിൽ ഈ മതിൽ കെട്ടുന്നത് പോലെ ഈ ഇൻഫെക്ഷനെ തടയുന്ന ഒരു ഫങ്ഷൻ അത്ര പ്രോപ്പറായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ കുട്ടികളിൽ അപ്പൻഡിസൈറ്റിസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ സിവിയർ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കോംപ്ലിക്കേഷൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് അപ്പൻഡിസൈറ്റിസ് വരാതിരിക്കാൻ സഹായിക്കില്ല, പക്ഷേ അപ്പൻഡിസൈറ്റിസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷനോ വരുമ്പോൾ അത് അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ സഹായിക്കും. അപ്പോൾ ചെറിയ കുട്ടികളിൽ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും, കാരണം ഇതിൻ്റെ ഫങ്ഷനിങ് അത്രയും മെച്യൂർ ആയിട്ടില്ല. അത് നല്ല കാര്യം. ഇനി കൊഴുപ്പ് ഒരാവശ്യത്തിന് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ നടക്കില്ല എന്ന് മനസ്സിലായി. കൊഴുപ്പ് അധികമായാലോ അത് വളരെ വലിയ പ്രശ്നമാണ്. അത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അബ്ഡമിനൽ ഫാറ്റ്, വയറിനുള്ളിലെ ഫാറ്റാണ് പ്രശ്നം എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ ഈ സംഭവം. നമ്മുടെ വയറിലെ ഫാറ്റ് എന്ന് പറയും, അബ്ഡമിനൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് രണ്ട് ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ തൊലിയുടെ അടിയിലുള്ള ഫാറ്റ് ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ വയറിനുള്ളിലുള്ള ഫാറ്റും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിന് ഉള്ളിലുള്ള ഈ കൊഴുപ്പാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ എപ്പോഴും പ്രശ്നം. കാരണം ഇന്ത്യക്കാരുടെ ഒരു ശരീരഘടന തന്നെ, ശരീരം മെലിഞ്ഞിട്ടും വയറ് ഭാഗത്താണ് കൊഴുപ്പ് കൂടാനുള്ള സാധ്യത. നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അവർ മെലിഞ്ഞിരിക്കുന്നെങ്കിലും അവരുടെ വയറിനുള്ളിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇനി എന്താണ് പ്രശ്നം എന്ന് പറയാം. നമ്മുടെ വയറിനുള്ളിലെ ഫാറ്റ് എന്ന് പറഞ്ഞല്ലോ, അതാണ് വിസറൽ ഫാറ്റ്. അതിൽ ഇത് ഒമൻറ്റം മാത്രമല്ല, അത് ഇതേപോലെ വേറെ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ, നമ്മുടെ ലിവറിൻ്റെ മുകളിലും, അങ്ങനെ പല സ്ഥലത്തും ഫാറ്റുണ്ട്. അതെല്ലാം കൂടിയാണ് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിയ ശതമാനം നമ്മുടെ ഒമൻറ്റമാണ്, ഈ കാണുന്ന ഒമൻറ്റമാണ്. ഓക്കെ, അപ്പോൾ ഈ വിസറൽ ഫാറ്റ്, ഈ വയറിനുള്ളിലെ ഫാറ്റ് കൂടിയാൽ നമുക്ക് ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ വരും. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രശ്നം വരും. അതായത് നമ്മുടെ ഇൻസുലിൻ നേരെ ഫങ്ഷൻ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഈ കൊഴുപ്പ് കൂടുമെന്ന് പറയുന്നത് നമ്മുടെ ലിവറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പാണ് കൂടുന്നതെങ്കിൽ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്.
പൊതുവേ ഒബസിറ്റി കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അബ്ഡമിനൽ ഫാറ്റ് കുറയ്ക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വയറിങ്ങനെ തള്ളി പോട്ട് ബെല്ലി പോലെ ഇരിക്കുന്നത് ഒരു ഭംഗികേട് മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒമൻറ്റം. ഈ സ്പെസിമെൻ ശരിക്കും എടുത്തതെന്ന് വെച്ചാൽ ഒരാൾക്ക് വയറിൽ സർജറി ഉണ്ടായിരുന്നു, ആമാശയത്തിൻ്റെ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒമൻറ്റവും കൂടെ എടുക്കും. ഇപ്പോൾ ക്യാൻസറൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഒമൻറ്റവും കൂടെ എടുക്കും. അങ്ങനെ അതിൻ്റെ ആ സർജറിയുടെ കൂടെ കിട്ടിയ ഒരു സ്പെസിമെനാണിത് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.